ഇന്നൊരു വെറൈറ്റി വീഡിയോയാണ്. എന്നാന്നല്ലേ, ഈ വേപ്പിലയൊക്കെ കണ്ടപ്പം നമുക്കിവിടെ സമ്മറൊക്കെ കഴിഞ്ഞ് ഇതാ ഇപ്പോൾ വിൻ്റർ അങ്ങായപ്പോഴേ ഇഷ്ടംപോലെ കറി ലീഫുണ്ട്. അതെല്ലാം ഇനിയിപ്പോൾ പോകും. അപ്പോൾ നമ്മളിതാ ഈ കറി ലീഫും കൊണ്ട് ഒരു വെറൈറ്റി കറി എന്നാണെന്നറിയാമോ? അതിന് വേണ്ട സാധനങ്ങൾ ഇതാ കറിവേപ്പിലയും കൊണ്ട് ഒരു മോര് വെച്ചാനാണേ. അപ്പോൾ കറിവേപ്പില, നമുക്ക് ആവശ്യത്തിന് വേണ്ട തൈര്, തേങ്ങ, ജീരകം, പിന്നെ നമ്മളുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, ഉലുവ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഇതെടുത്തിട്ട് നമ്മളിനി എന്താ ചെയ്യാൻ പോണേന്ന് പൊതുവെ കാണാം കേട്ടോ. നമ്മളിതാ ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി ഇതാ നമ്മൾ ഇത്തിരി എണ്ണ ഒഴിച്ചു. ബാക്കിയെല്ലാം നമ്മൾ സാധാരണ മോര് കറിക്ക് ഇടുന്ന പോലെ തന്നെ ഞാൻ ഇതാ ഒത്തിരി എണ്ണ ഒഴിച്ചു. ഇപ്പം അടുത്തിട്ട് നമ്മളുടെ കുറച്ച് ഉലുവ ഇടുന്ന ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് ഉലുവ, പിന്നെ കുറച്ച് കടുക്, ശേഷം അവരവരുടെ ജോലി ചെയ്യട്ടെ കേട്ടോ. അവരവരുടെ ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഉള്ളിയൊക്കെ എടുത്ത് താളിച്ചെടുക്കാം. പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മളിത് പറഞ്ഞ പോലെ തന്നെ അതതിൻ്റെ പണി മെല്ലെ 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 ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ശരിക്കും എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വീട്ടിലുണ്ടാക്കാറുണ്ട്, മിക്കപ്പോഴും തന്നെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. മക്കൾക്കൊക്കെ ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. നല്ല ചൂടനെ ചോറും ഇതിനകത്ത് ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്നാന്ന് പറയട്ടെ, നല്ല മീൻ വറുത്തതുണ്ടെങ്കിൽ, നമ്മളുടെ നല്ല അയല വറുത്തതോ മത്തി വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ പോകാനായിട്ട്. ചൂടൻ ചോറും കറിവേപ്പ് മോര് കാച്ചിയതും. കറിവേപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഗുണങ്ങളുള്ളൊരു സംഭവം അല്ലേ. നമ്മൾ കറിവേപ്പിൻ്റെയൊക്കെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നുണ്ട്. പല നമ്മൾ സാധാരണ നമ്മളൊക്കെ കാണുന്നത് ഇതിൻ്റെ ജസ്റ്റ് ആ ഒരു കടുകൊക്കെ താളിച്ചിട്ട് അങ്ങ് എടുത്ത് കളയും. പക്ഷെ നമ്മൾ ഇത് കഴിച്ചിട്ട് നമുക്കിതൊരു ദൂഷ്യമൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ നിങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ആൾക്കാരല്ലേ, നിങ്ങളത് നോക്കിയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് കഴിച്ചാൽ മതി കേട്ടോ. പക്ഷേ നമ്മളുടെ ഒരു എക്സ്പീരിയൻസിനകത്ത് ഇത് ഒത്തിരി എഫക്റ്റീവ് നല്ല ഇഷ്ടമാണ്, എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ് ഇത് കഴിക്കാനായിട്ട്. ഞാൻ കുറച്ച് നീങ്ങുന്നില്ലെങ്കിൽ ഈ കടുകനൊക്കെ വന്ന് എൻ്റെ മുഖത്തേക്ക് വീഴും. അപ്പം ഇത് നമ്മളുടെ കടുക് ഉലുവ അതിൻ്റെ പണി ചെയ്തു. ഞാൻ എന്താ കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞത് ഞാൻ അതിനകത്തേക്ക് ഇട്ടു. ഇനിയുള്ളത് നമ്മൾ കുറച്ച് വറ്റൽമുളകാണ്, 2-3 എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒരുമാതിരി ഉള്ളിയൊന്നങ്ങ് ആയിട്ടേ ഇടുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെടുത്ത് വെച്ചായിരുന്ന വേപ്പിലയില്ലേ, അതിതാ ഞാൻ കുറച്ച് തേങ്ങയും ജീരകമൊക്കെ ഇട്ട് അരച്ച് പേസ്റ്റാക്കി. ഇനിയിപ്പോൾ നമ്മളുടെ ഉള്ളി മെല്ലെ ഒന്നങ്ങ് ആയി വന്ന് കഴിയുമ്പോൾ ഈ സാധനങ്ങളെല്ലാം നമ്മളതിനകത്തേക്ക് ഇട്ടിട്ട് മോരുകറി ആക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ചോറുണ്ണാൻ നേരത്തെ എല്ലാവരും വിളിക്കാവേ, വേഗം വരാം. നമ്മൾ അരച്ച് വെച്ചായിരുന്ന കറിവേപ്പില പേസ്റ്റ് നമ്മളിതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. നമ്മളിതിന് മുമ്പ് എന്നൊക്കെ ചെയ്തതെന്ന് അറിയാമോ, നമ്മളുടെ എണ്ണ പൊട്ടി ചൂടായി കഴിഞ്ഞപ്പം നമ്മൾ കടുകും ഉലുവയും ഇതൊക്കെ ഇട്ട് ഇങ്ങോട്ട് നമ്മളൊന്നങ്ങ് താളിച്ചു. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഈ സാമഗ്രികളെല്ലാവരും നമ്മളിട്ടു. ഇതിനകത്തേക്ക് ഒരുമാതിരി എന്താ പറയണേ, പതുക്കെ മൂത്ത് വന്നപ്പോഴേക്കും നമ്മൾ ഈ അരച്ച് വെച്ചായിരുന്ന കറിവേപ്പിൻ്റെയും തേങ്ങയും കറിവേപ്പിലയും കൂടെ നമ്മളൊരു പേസ്റ്റ് ആക്കിയില്ല, അതിനകത്തേക്ക് ഇട്ടേ. ഇതിനകത്ത് നമുക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നേരം ഇതിനെ ഇട്ട് വേവിച്ച് എന്താ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ടൈപ്പ് എണ്ണ വരും, ഈ വേപ്പെണ്ണ എന്ന് പറയുന്നത്. അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അധികം അങ്ങ് ഇഷ്ടമാവില്ല. അപ്പം ഒത്തിരി നമുക്ക് അങ്ങനെ വേവിച്ചെടുക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഇതൊരുമാതിരി ഒന്നങ്ങ് തിളച്ചു, നമ്മളുടെ പച്ച ആ ഒരു ടേസ്റ്റൊക്കെ ഒന്നങ്ങ് മാറിക്കഴിയുമ്പം നമുക്കിതിനകത്തേക്ക് നമ്മളുടെ തൈര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണേ കേട്ടോ. അപ്പം ഇതാ നമ്മളുടെ തൈരിനെ എടുക്കുകയാണ് ഞാൻ. തൈരിനതാ ഇതിനകത്തേക്ക് കൊടുത്തു. പിന്നെ നമ്മൾ മെല്ലെ ഇദ്ദേഹത്തെ ഒന്നങ്ങ് തീയൊക്കെ കുറച്ചിട്ടിട്ട് ഇദ്ദേഹത്തെ മെല്ലെ ഒന്നങ്ങ് ഇളക്കി യോജിപ്പിച്ചു. ഇപ്പോൾ കണ്ടോ, നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പനീറില്ലേ, എന്താ പാലക് പനീർ, നമ്മളുടെ സ്പിനീച്ചും കൊണ്ട് ഉണ്ടാക്കുന്ന അതിൻ്റെയൊക്കെ ഒരു കളറല്ലേ. പക്ഷേ നിങ്ങൾക്കിത് ഡെഫിനറ്റായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും നമ്മളിതൊക്കെ കഴിയുമ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ വേപ്പിലുള്ള സമയമല്ലേ. അപ്പോൾ ഞാനിത് തിളയ്ക്കാനൊന്നും നിൽക്കാറില്ല. നമ്മളുടെ നാട്ടിലൊക്കെ ചെയ്യണ പോലെ തന്നെ ഈ ചട്ടിക്ക് ചുറ്റിനും ഒരു ചൂട് വന്നു കഴിയുമ്പം ആവി വന്നു കഴിയുമ്പം ഞാനതങ്ങ് എടുത്തപ്പുറത്തേക്ക് മാറ്റി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല ചൂടൻ ചോറും കൊണ്ട് കുറച്ച് മീൻ വറുത്തതൊക്കെ ഉണ്ടെന്ന് ഞാൻ ആലോചിക്കുക, ഉണ്ടെന്ന് നോക്കട്ടെ. ഉണ്ടെങ്കിൽ ആ മീൻ വറുത്തതൊക്കെ എടുത്ത് നമ്മളത് കഴിക്കുമ്പം അതിന് വേറൊരു ടേസ്റ്റാണേ. നമുക്കത് നോക്കാം. ആണ് നമ്മളുടെ ഫൈനൽ പ്രോഡക്റ്റ്, നല്ല ആവി പറക്കുന്ന കറിവേപ്പ് മോര് കാച്ചിയത്. പിന്നെ അതുകൊണ്ട് നമുക്ക് ഇത്തിരി ചോറ്, നമ്മളുടെ ചോറെടുത്തിട്ടോ. അതെ, ഞാൻ കുറച്ച് ചോറൊക്കെ എടുത്തിട്ടുണ്ട്, കുറച്ചെടുത്തിട്ടുള്ളൂ. പക്ഷെ ഇതിനകത്ത് നല്ല ടേസ്റ്റ് ഇട്ടുണ്ടെങ്കിൽ എന്നാണെന്നറിയാമോ, നമ്മളുടെ കുറച്ച് മീൻ വറുത്തതോ മുട്ട പൊരിച്ചതൊക്കെ വേണം.
അപ്പം നല്ല ആവി പറിക്കണം. അതാ മോര്, എന്താ പറയുന്നത്, കറിവേപ്പ് മോര് കാച്ചിയത് നമ്മളിതിനകത്തേക്ക് ഒഴിച്ചു. എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാനിത് കുറച്ചും കൂടെ ഒഴിച്ചു. നല്ല തൈര്, കട്ട തൈര്. ഇനിയിപ്പോൾ നല്ല ചൂടിനെ നമുക്ക് ഈ സാധനം കുറച്ച് കഴിച്ചു വെക്കാം. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊരു വെറൈറ്റി അല്ലേ. നല്ല ചൂടുണ്ട് കേട്ടോ. നമ്മളിവിടെ നല്ല തണുപ്പായതുകൊണ്ടേ നമുക്ക് കുറച്ച് ഇതാണെങ്കിലും സാമാന്യത്തിലധികം നമ്മൾ ചൂടാക്കും. ഇതിനകത്ത് കുറച്ച് ഒരു മുട്ട പൊരിച്ചതോ മീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. നോക്കാം നമുക്ക്. സൂപ്പർ. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഈ മുളക്. അതൊക്കെ അതിനകത്തൊന്ന് എന്നാ പറയണേ, ഒന്ന് ഞെക്കി ഞെരടിയൊക്കെ ആക്കിയിട്ട് ഒരെണ്ണം കൂടെ കഴിക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ടേസ്റ്റ് നമ്മൾ നോക്കൊരു വെറൈറ്റി അല്ലേ. ഇഷ്ടമാണ്. അങ്ങനെ നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്നോട് പറയണേ അങ്ങനെ ഉണ്ടെന്ന്.